ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടേ, കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോണത് സൗത്ത് മാൾക്കാണ്. അവിടെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾക്ക് പുറത്ത് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള സന്തോഷത്തിലാണ് രണ്ടാളും ഇല്ലത്. ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ് സോണൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. ചെല്ലണ ഫ്രണ്ടിൽ തന്നെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. കാണാനൊക്കെ രസമുണ്ട്. അങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ ഓല് രണ്ടാളും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൽക്ക് ഭയങ്കര പൊലിവാണ് അതൊക്കെ കാണുന്നത്. കുറച്ചേരൊക്കെ അത് കണ്ടു നിന്ന് ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് പോവുക ചെയ്തത്. അങ്ങനെ ഉള്ളിലേക്ക് ചെന്നുമ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് സാധനങ്ങളും അങ്ങനത്തെ ഷോപ്പുകളുണ്ട്. മിയക്കും എമിക്കും ഇതൊക്കെ കണ്ടിട്ട് ഓലൊക്കെ സാധനങ്ങൾ വാങ്ങാനിട്ട് ഓലൊക്കെ ഇമക്ക് ഓടി ചെന്നെടുക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഓലൊക്കെ അവിടുന്ന് പിടിച്ച് കൊടുന്ന് പിന്നെ ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. ഇവർ രണ്ടാളാണെങ്കിൽ എല്ലാ ഷോപ്പിലും ഒന്ന് കയറി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് തൊട്ട് ഒക്കെ ഒന്ന് ഇതാക്കിയിട്ടേ ഉള്ളൂ ഓല് രണ്ടാളും പോരുള്ളൂ. മീയാണെങ്കിൽ പറയാനൊന്നുമില്ല, അങ്ങനെ ഓടി ചെന്ന് എല്ലാത്തിനെയും പിടിച്ച് വലിച്ച് കാര്യം. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും പിന്നെ അതേമാതിരി ഡ്രസ്സാണെങ്കിലും ചെരുപ്പ്, ഷൂ, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും. അങ്ങനെ നല്ല കളക്ഷൻസും ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ കുട്ടികൾ കളിക്കുന്ന അവിടേക്ക് എത്തിക്കണോ, ഓലൊക്കെ അത് ഓടി അവിടേക്ക് എത്തിക്കണോ. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇതിൽ സാധനങ്ങൾ കളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ഒരു കാർഡാണ്. ആ കാർഡിൽ നമ്മൾ 100 റിയാൽ കൊടുത്തിട്ട് നമ്മൾ റീചാർജ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും കയറാം. അപ്പോൾ ഓരോ സാധനത്തിനും കയറണമെങ്കിലും 15-20 റിയാൽ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ എല്ലാത്തിനും കയറാൻ പറ്റില്ല, കുറച്ച് സാധനത്തിന്മേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതാക്കുക ചെയ്യുക. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് എമിയെ കയറേണ്ടത്. ഇതിൽ ഈ താറാവിൻ്റെ ഇതിലുള്ളത് എമിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, മിയക്ക് കയറാൻ പറ്റില്ല, കുറച്ച് വലിയ കുട്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് എമി ആദ്യം അതിൽ കയറിയിരുന്നിക്കണം. അപ്പോൾ മിയ നല്ല കരച്ചിലായിരുന്നു മിയക്ക് കയറാൻ പറ്റാഞ്ഞിട്ട്. അങ്ങനെ ഓളതിൽ കയറി. അങ്ങനെ അവളെ താറാവിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ഇതുമ്മ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാ വരുന്നു. അപ്പോഴും എമിക്ക് കയറാൻ പറ്റിയിരുന്നു, മിയക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ മിയ കരഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ പറഞ്ഞു കുഴപ്പമില്ല ഓളും കയറിക്കോട്ടെ പറഞ്ഞിട്ട് ഓളെയും പാടെ കയറ്റി. ഓൾ കരയൊന്നുമില്ലല്ലോ ചോദിച്ചപ്പോൾ ഓൾ കരയൊന്നുമില്ല പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് ഓളും കയറിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഓളെയും കയറ്റി ഇപ്പോൾ രണ്ടാളും പാടെ കയറി ചെയ്തത്. ഓൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് അതൊന്നൊക്കെ ഇറങ്ങി പിന്നെ മിയക്ക് ഫ്ലൈറ്റിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഓള് പിന്നെ ഫ്ലൈറ്റിൽ കയറി ചെയ്തത്. ഇതിൽ എമിക്ക് പറ്റൂല, കാരണം ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എമി കയറിയില്ല.
അപ്പോൾ മിയ കയറി. അങ്ങനെ ഓള് ഭയങ്കര സന്തോഷത്തിലാണ്. ഒരുപാട് റൈഡുകളുണ്ട്, പക്ഷേ ഇതിലൊന്നും കുട്ടികൾക്ക് അലൗഡ് അല്ല. കുറച്ച് വലിയ കുട്ടികൾക്കുള്ളൂ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പറ്റുന്നതിലൊക്കെ വില കയറ്റിയത്. ആൾക്ക് നല്ല പൊലി വയ്ക്കണു, സന്തോഷത്തിലാ രണ്ടാളോ. അങ്ങനെ എടുത്ത കാർഡിൽ കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എമിക്ക് മാത്രം കയറാനുള്ള ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എമി കയറിയപ്പോൾ മീൻ കരഞ്ഞ്, അപ്പോൾ പിന്നെ ഓളും കയറി. അപ്പോൾ അയാൾ പറഞ്ഞു ഓളും കയറിക്കോട്ടെ പറഞ്ഞിട്ട് ഓളും കയറി. അങ്ങനെ അപ്പോൾ രണ്ടാളും പാടെ അപ്പോൾ കുതിരമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിയക്ക് പേടിയൊന്നുമില്ല, ഓൾക്ക് ഇഷ്ടമാണ്, എല്ലാത്തുമ്മയും കയറുള്ളൂ, ഓൾക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ നേരെ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ, നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉള്ളൂ. അങ്ങനെ അങ്ങനെ പോലെ കളിയും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഫുഡിൻ്റെ അതിൻ്റെ ഷോപ്പുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ മിയ എല്ലാവർക്കും ഹായ് കൊടുക്കുകയാണ്. അവിടെ കുറേ കുട്ടികളുണ്ട്, അപ്പോൾ ഓൾക്കൊക്കെ ഹായ് കൊടുക്കുകയാണ്. അപ്പോൾ കാക്ക ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ എമിനിയാളൊരു ഫുഡുണ്ട്, അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരു വെറൈറ്റി വേണ്ടേന്ന് എഴുതിയിട്ട് അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. ഒരു സാലഡ് മാറിക്കായിരുന്നു. അങ്ങനെ മട്ടനും അതേമാതിരി ലിവറിൻ്റെ ഒരു ഐറ്റം ആയിരുന്നു. ലിവർ കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിക്കലതിന് ഞങ്ങളിനി പോകാൻ വേണ്ടി നിൽക്കുക. ഓൾക്ക് രണ്ടാൾക്കും ഇവിടുന്ന് പോരാൻ ഒരു പൂതിയില്ല. രണ്ടാളും കുറച്ച് കഴിഞ്ഞിട്ട് പോവാ, കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി. അപ്പോഴാണ് ആ ഒരു ഷോപ്പിൽ റോബോട്ടിൻ്റെ ഒരു ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ എമി ഉണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പിടിച്ചു വിടുന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഡ്രസ്സുകളാണെങ്കിലും ചെരുപ്പുകളാണെങ്കിലും ഷൂസുകളാണെങ്കിലും അങ്ങനെ എല്ലാ ബ്രൈഡിൻ്റെ സാധനങ്ങൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചേരൊക്കെ അതിനൊക്കെ ചുറ്റി കറങ്ങി ഞങ്ങൾ പിന്നെ അങ്ങനെ റൂമിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.